ഈ പടക്കം പൊട്ടിക്കുന്നത് കണ്ടിട്ട് ആന ഞങ്ങളുടെ ബാക്കിലോടി. കൂടുതൽ ആൾക്കാർ പല ഭാഗത്തു കൂടി ഓടി. പക്ഷേ ഞാൻ ഒരു മുളങ്കൂട്ടത്തിൻ്റെ ഒരു സൈഡ് വന്നു. എന്ന് വെച്ചാൽ അന്ന് നമുക്ക് എല്ലാ അറിവാ എങ്ങനെ മുളൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയും കയറി കഴിഞ്ഞാൽ ആന ഒന്നും ചെയ്യൂല എന്നല്ലേ. പക്ഷേ നേരിട്ട് വന്നിട്ട് ആക്രമിക്കാറില്ല. ഇല്ല, അത് യാദൃശികമായിട്ട് എന്ന് വെച്ചാൽ ആനെ നമുക്ക് വേണ്ടാത്ത രീതിയിൽ അവനെ ഭയപ്പെടുത്തുക, കല്ലെടുത്തെറിയുക, ആൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുക, ഇതൊന്നും ആനെ സംബന്ധിച്ച് ഒരു മൃഗത്തിനെ സംബന്ധിച്ച് ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ അകമ്പാടം ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഓഫീസറായിട്ടുള്ള റിട്ടയർഡ് ചെയ്തിട്ടുള്ള മുഹസിൽ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ ജനക്ഷേമ പ്രോഗ്രാമിലേക്ക് വേണ്ടി വളരെ ഹാർദമായി സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സാർ, ഒരു ഫോറസ്റ്റ് ഓഫീസറായിട്ട് ഇപ്പോൾ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തല്ലോ. അപ്പോൾ ലൈഫിൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു വലിയൊരു കാലയളവ് കാടിൻ്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും കാടിനെക്കുറിച്ച് കണ്ടും കേട്ടും അനുഭവിച്ചും കാലം കഴിഞ്ഞുകൊണ്ട് തന്നെ കാടിനെക്കുറിച്ച് അത്രമേൽ കേട്ടു മാത്രം പരിചയമുള്ള ആളുകൾക്ക് അറിയാൻ കുറേ കൗതുകമുള്ള കാര്യങ്ങളുണ്ടാവും. അതിലേക്ക് നമുക്ക് പോകണം. അതിൻ്റെ മുന്നേ സാറിൻ്റെ വീട്ടിലാരൊക്കെയുള്ളത്, മക്കൾ, കാര്യങ്ങളൊന്നും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഭാര്യ, 4 മക്കൾ. 3 പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ്. മക്കളൊക്കെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചുവിട്ട്, മോന് ഇവിടെ ഉണ്ട്. മോന് ചെറിയൊരു ബിസിനസ് പരിപാടിയായിട്ട് ഇവിടെ കൊടുക്കുന്നു. ഒരു മോള് എനിക്കൊരു സുഖലാത്ത മോളാണ്. അവളെ എൻ്റെ മൂത്ത മോളാണ്. ചെറിയൊരു പൾസി ബാധിച്ച് തന്നെ അങ്ങനെ കിടപ്പുള്ള വീട്ടിൽ കിടപ്പ് തന്നെയാണ്. ഓക്കെ. നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ ഗവൺമെൻറ് തസ്തികകളിലുള്ള അങ്ങനെയുള്ള, അതോ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത്, അതോ എങ്ങനെയാണ്? ഗവൺമെൻറ് സർവീസിലുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ, നേരിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത സ്ഥിതിക്ക് എന്ന് വെച്ചാൽ എൻ്റെ കാടിനെ കുറിച്ച് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിരുന്നല്ലോ അല്ലേ? അതെ, അകമ്പാടം. അപ്പോൾ വനം വകുപ്പ് എപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ എപ്പോഴും വരുന്നൊരു സംഗതിയാണ്. വനത്തിൽ ആന, പുലി, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഫോറസ്റ്റ് ഓഫീസർമാർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ഭാഗത്തോടെ നിൽക്കട്ടെ. പക്ഷേ വനം എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളുടെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് വനം വകുപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ദൗത്യം എന്താണ് ശരിക്കും? വനം വകുപ്പിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ വനം സംരക്ഷിക്കുക. അതൊരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനെന്നല്ല എല്ലാവർക്കും ഉള്ള ബാധ്യത ഉള്ള ഒരു കാര്യമാണ്. വനത്തെ സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക, ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് അത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു ആവശ്യമാണ്. അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് സംരക്ഷിക്കണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ അതുപോലെ ആ രീതിയിൽ കൊണ്ട് നടന്നെങ്കിൽ തന്നെ അത് വനമായിട്ട് മാറുകയുള്ളൂ, വനത്തെ സംരക്ഷിക്കാനും കഴിയുള്ളൂ. വനമില്ലെങ്കിൽ നമ്മൾ ശരിക്കും നാടില്ല. അതാണ് അതിലുള്ള മരങ്ങൾ, മുളകൾ, അതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കാൻ വേണം. അപ്പോൾ വന നശീകരണ പ്രവർത്തനത്തെ തടയുക, മരം നശിപ്പിക്കരുത്. ഒരു കാരണവശാലും മരം നശിപ്പിക്കാത്ത രീതിയിൽ അതിനെ സംരക്ഷിക്കുക തന്നെ വേണം. ഇപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വനംവകുപ്പുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അവർക്ക് കണക്ട് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് വനം വകുപ്പിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ തന്നെ. വനംവകുപ്പിൽ നിന്ന് തൈകൾ ശേഖരിക്കണമെങ്കിൽ, തൈകൾ വാങ്ങണമെങ്കിൽ വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട തൈകൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മരങ്ങൾ മുറിച്ച് കൊണ്ടുപോകണമെങ്കിൽ, ഇപ്പോൾ വീട്ടാവശ്യത്തിലുള്ള ഒരു മരം, തേക്ക് മരം അല്ലെങ്കിൽ വീട്ടി, ചന്ദനം എന്നൊക്കെ മുറിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പാസ് നമ്മൾ വനം വകുപ്പാണ് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വനം വകുപ്പിനെ ആശ്രയിക്കുക. അത് മരങ്ങൾ വേണമെങ്കിൽ മറ്റുള്ള തൈകളൊക്കെ വേണമെങ്കിൽ നമ്മളെ വനം വകുപ്പിനായിട്ട് ബന്ധപ്പെട്ടാൽ അത് കിട്ടും. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ലഭ്യമാവും. അതാണ് ജനങ്ങളായിട്ടുള്ളൊരു ഒരു കണക്ഷൻ വരുന്നത്. അതെ. പിന്നെ അതേമാതിരി നമ്മൾ ട്രക്കിങ്, അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വനം വകുപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ നാട്ടിൽ, ഇപ്പം നമ്മൾ കേരളത്തിലാവുമ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുണ്ട്, കേരളത്തിൻ്റെ വനമുണ്ട്. അപ്പം നമ്മുടെ പ്രദേശത്ത് വനത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? നിലമ്പൂരിൻ്റെ ഒരു ശ്വാസകോശമാണ് വനം എന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് നിലമ്പൂർ തേക്ക് നഗരം തന്നെയാണ് ശരിക്കും പറയാം. തേക്കിൻ്റെ നാടാണ്. തേക്കിൻ്റെ
അതേമാതിരി ഏറ്റവും കൂടുതൽ പിന്നെ പ്രായം കൂടിയ ഒരു തേക്ക് കൂടെ ഉള്ളത് നമ്മളെ നാട്ടിലുള്ളത്. അതെ അതെ, അതാണ്. പിന്നെ അതുപോലെ ജനങ്ങൾക്ക് ഇപ്പോൾ വനവകുപ്പിൽ ലഭിക്കുന്ന പ്രധാന സേവനങ്ങളെ കുറിച്ച് ജസ്റ്റ് സാറ് പറഞ്ഞു. ഇനി എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യുന്ന മറ്റേ ഒന്നുകൂടിയും അത് തന്നെ നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ തൈ വിതരണം ചെയ്യും. തൈൻ്റെ പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് സോഷ്യൽ ഫോറസ്ട്രി അതേമാതിരി തന്നെ സെൻട്രൽ നഴ്സറി എന്നുള്ള വിങ്ങിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പിന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഈ തൈകൾ വിതരണം ചെയ്യും. അത് നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ നിലമ്പൂർ വഴി നമ്മൾ പോകുമ്പോൾ അങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ തൈകൾ അത് അതിൻ്റെ ഭാഗം അതല്ല ഇതിപ്പോൾ പിന്നെ തൈകൾ എങ്ങനെ വിതരണം ചെയ്യുന്നത്? അത് സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറഞ്ഞാൽ അതിൽ അവരുമായി ബന്ധപ്പെടുക. പിന്നെ അതിന് ചിലപ്പോൾ നമ്മൾക്ക് ആധാർ കാർഡും മറ്റുള്ള സൗജന്യമായിട്ട് കിട്ടും. ആണോ? സൗജന്യമായിട്ട് തന്നെ കിട്ടും. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ VSSന്റെ കീഴിലും പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. VSSന്റെ കാര്യങ്ങൾ ഇപ്പം നമ്മളെ നാട്ടിൽ എൻ്റെ പറമ്പിൽ ഞാൻ ഒരു തേക്ക് അല്ലെങ്കിൽ വലിയ മരട്ട് ആ മരം വലുതായി കഴിഞ്ഞാൽ മുറിക്കണമെങ്കിൽ വനവകുപ്പിൻ്റെ അനുമതി വേണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകണമെങ്കിലും നമ്മളെ ആവശ്യങ്ങൾക്ക് അത് മുറിക്കണമെങ്കിലും അതിന് വനവകുപ്പിൻ്റെ അനുമതി വേണം. നമ്മളെ സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും അതിന് വേണം. കുറച്ച് മരങ്ങളുണ്ട് അതിന്, ഒരു 10ഓളം മരങ്ങൾ അതിൻ്റെ ലിസ്റ്റിലുള്ളതാണ്. അതിൽപ്പെട്ട തേക്ക് അല്ലേ? പ്രധാനപ്പെട്ട തേക്ക് വീട്ടി. അതേപോലെ നമ്മൾ കൂടുതൽ നാട്ടിലുള്ള മരങ്ങളല്ലേ പ്രധാനപ്പെട്ടത്. അത് മുറിക്കണമെങ്കിലും അത് കൊണ്ടുപോകണമെങ്കിലും സർക്കാരിൻ്റെ പാസ് വേണം. പിന്നെ അതുപോലെ ഈ കർഷകരായിട്ടുള്ള ആളുകൾക്ക് വനം വകുപ്പ് നൽകുന്ന സേവനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഈ തൈകൾ കൊടുക്കുന്നുള്ള തന്നെയാണ് തൈകൾ കൊടുക്കുന്നത് തന്നെയാണ് പ്രധാന ദൗത്യം. എനിക്കിപ്പോൾ കാടിനെ കുറിച്ച് നന്നായിട്ട് അറിയണമെന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒരു സ്റ്റുഡൻ്റാണ് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ എനിക്കെന്താണ് കാട്ടിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുമോ? എനിക്ക് കാടിനൊന്ന് മനസ്സിലാക്കാൻ, കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യങ്ങളോ അങ്ങനെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ? അത് വ്യക്തിപരമായിട്ട് കൊടുക്കില്ല. ഇല്ല. പക്ഷേ നമ്മൾ സ്കൂളിൽ നാച്ചുറൽ ക്യാമ്പുകൾ അതിന് നമ്മൾ DFOക്ക് പിന്നെ അപേക്ഷ കൊടുത്തിട്ട് അതിന് നമ്മൾ പിന്നെ പല വിങ്ങുകളുണ്ട്. പിന്നെ സെൻട്രൽ നഴ്സറി, അതേപോലെ സോഷ്യൽ ഫോറസ്ട്രി വിങ്, പിന്നെ അത് നെടുങ്കയം സ്റ്റേഷൻ്റെ പരിധിയിൽ ഇപ്പോൾ നമ്മൾ ട്രക്കിങ്ങുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും നാച്ചുറൽ ക്യാമ്പുകളൊക്കെ നടത്തുന്നുണ്ട്. അത് നമ്മൾ സൈറ്റിൽ അതെ, ഇപ്പോൾ നിലവിലുണ്ട്. സ്റ്റുഡൻസിന് അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടോ? നമ്മളെ നിലമ്പൂർ ഇവിടെ മേഖലയിലൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? സോഷ്യൽ ഫോറസ്റ്റിന്റെ വേറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ സെൻട്രൽ നഴ്സറിന്റെ അതെങ്ങനെ ഫീസ് ഉണ്ടോ? ഫീസൊന്നുമില്ല. അത് പിന്നെ അതിന് അവർക്ക് വൺ ഡേ ക്യാമ്പല്ല, നമ്മൾ ഒരു ദിവസത്തെ പകൽ മാത്രമായിട്ടുള്ളത്. അപ്പോൾ അതിന് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഫുഡ് വരെ അവർ കൊടുക്കും, ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും. ശരി. അപ്പോൾ അതിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഒന്ന് വനത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഒന്ന് ഈ വനത്തിനെ കുറിച്ചൊരു പിന്നെ അവർക്ക് നല്ലൊരു ക്ലാസ് കിട്ടും. അത് നമ്മൾ കഴിവുള്ള ആൾക്കാർ സ്റ്റാഫിനെ കൊണ്ട് അവർ ക്ലാസ് എടുപ്പിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഫീൽഡിലൊന്ന് കൊണ്ടുപോകും. ഒരു ചെറിയ മേഖലയിൽ കൂടെ, അത് നെടുങ്കയം അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് കാടിനെ കുറിച്ചൊക്കെ കാണിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ മറ്റുള്ള വനം വകുപ്പിൽ പിന്നെ നമ്മൾ ട്രക്കിങ്, പിന്നെ വലിയ വലിയ ട്രക്കിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അത് പാലക്കാട് മേഖലയൊക്കെ ഉള്ളൂ. പാലക്കാട് ഇവിടെ നമ്മൾ നിലമ്പൂർ അങ്ങനത്തെ ട്രക്കിംഗ് ഇല്ലാത്തത് കൊണ്ട്, പക്ഷേ ഇവിടെ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. വയനാടുണ്ട്, വയനാട്, പാലക്കാട്, മുത്തങ്ങ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ക്യാമ്പ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഓരോ ഗവൺമെൻറ് വരുമ്പോൾ പുതിയ പുതിയ പദ്ധതികൾ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വനത്തെ അടുത്തറിയാനുള്ള പദ്ധതികൾ ഗവൺമെൻറ് തലത്തിൽ അങ്ങനെ, അതോ പഴയ തന്നെ പുതിയ അങ്ങനെ കടന്നു പോവുകയാണോ? അങ്ങനെ പുതിയ അല്ലല്ല, മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ പല പ്രാവശ്യം പല കുട്ടികൾക്കും അങ്ങനെ DF അനുവദിച്ചതോടുകൂടി അങ്ങനെ ഇല്ലാത്ത മേഖലയായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ നമ്മൾ ഡിവിഷണൽ തലത്തിൽ തന്നെ നമുക്ക് അറിയപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത് 2 ദിവസം മുമ്പ് ഗ്രീൻ വാലി സ്കൂളിലെ കുട്ടികളെ കൊണ്ട് നമ്മൾ നിലമ്പൂർ ഈ തേക്കിൻ്റെ നഴ്സറി ഉണ്ടല്ലോ, സെൻട്രൽ നഴ്സറി, അവിടേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കാട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അവിടുന്ന് ഒരു കുട്ടികൾ ചോദിച്ച കാര്യമാണ്, കാട്ടിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ പോണേ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാടല്ലേ, എന്താ നമുക്ക് പോണേന് എന്തിനാ അത് സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കലല്ലേ എന്നുള്ളൊരു സംശയം. അപ്പോൾ കാട് അതിക്രമിച്ച് പരിധി വിട്ട് കാടിൻ്റെ അകത്തേക്ക് നമുക്ക് അനുമതി ഇല്ലാതെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കണത് അത് എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല? ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഏത് കാലങ്ങളിലും പിന്നെ നമ്മൾ വനത്തിൻ്റെ അകത്ത് അത് ശരിക്കും സുരക്ഷിതമല്ല. വനത്തിൻ്റെ അകത്തിൽ കൂടെ നടത്തുമെന്ന് പറയുന്നത് സുരക്ഷിതമല്ല. എപ്പോഴാണ് വന്യജീവികളെ ആക്രമണം ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ സ്റ്റാഫിന് എത്ര പേർ അത്രയും പിന്നെ ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടില്ല ഉദ്യോഗസ്ഥർ വരെ എത്രയോ പ്രാവശ്യം പിന്നെ ആനയെ വെട്ടി കൊന്നിട്ടുണ്ട്, വന്യജീവികൾ ആക്രമണം ഉണ്ടായിട്ടുണ്ട്.
ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ അതുപോലെ ഇപ്പോൾ ഈ കുട്ടികളാകുമ്പോൾ ഒരു അറിവില്ലാത്ത കുട്ടികൾ, കാടിനെ കുറിച്ച് എന്താ എന്നും അറിയാതെ കാട് ഫോറസ്റ്റ് എന്ന് മാത്രം കേൾക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ഈ കാടിൻ്റെ ഉള്ളിക്കകത്തേക്ക് കയറുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ അക്രമങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ ജീവികളുള്ളതെന്ന് അവർക്കറിയില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ 1-2 സ്റ്റാഫിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും കാട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. സാറിന് അങ്ങനെ എന്തെങ്കിലും വന്യജീവികളുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് വന്യജീവികൾ എനിക്ക് നേരിട്ടുണ്ടായിട്ടുണ്ട്. ജീവമാരണ പോരാട്ടം ഉണ്ടായിട്ടുണ്ട്. യാദൃശ്ചികമായി രക്ഷപ്പെട്ടതാണ്, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ആന ബാക്കിൽ ഓടിയിട്ട് നിങ്ങൾ പിന്നാലെ കൂടിയിട്ടുണ്ട്. അത് എവിടെ നിന്ന് വെച്ചിട്ട്? അത് നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ചിട്ട്. അത് രാത്രിയാണോ പകലാണോ? പകൽ. പിന്നെ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നെല്ലിക്കുത്ത് ഔട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു OP ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാന്റേഷൻ ഉണ്ട്. ഈ ചെറിയ പ്ലാന്റേഷൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആന നിരന്തരം തോട്ടത്തിലേക്ക് വരും. അപ്പോൾ വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആന ഓടിക്കാൻ വേണ്ടി പടക്കം ഓടിച്ചിട്ട് നമ്മൾ ആന ഓടിക്കുക. പക്ഷേ അങ്ങനെ ചെന്ന സമയത്ത് ഈ ആനക്ക് പടക്കം പൊട്ടിച്ച ചെറിയ കുട്ടിയില്ലാറ് ആനയായിരുന്നു. ഈ പടക്കം പൊട്ടിക്കുന്നത് കണ്ടിട്ട് ആന ഞങ്ങളുടെ ബാക്കിലോടി. കൂടുതൽ ആൾക്കാർ പല ഭാഗത്തു കൂടി ഓടി. പക്ഷേ ഞാൻ ഒരു മുളങ്കൂട്ടത്തിൻ്റെ ഒരു സൈഡ് എന്താണെന്ന് വെച്ചാൽ അന്ന് നമുക്ക് എല്ലാ അറിവാ ഇങ്ങനെ മുളൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയും കയറി കഴിഞ്ഞാൽ ആന ഒന്നും ചെയ്യൂല എന്നല്ലേ. പക്ഷേ ആന ബാക്കിലുണ്ട് എന്നുള്ള ധാരണത്തിന് ഞാൻ മുളങ്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി. പക്ഷേ ആന കുറച്ച് കഴിഞ്ഞേക്ക് തിരിഞ്ഞു പോയി. പക്ഷേ ഞാൻ ആ മുളങ്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടു. പക്ഷെ ശരീരം മാസകലം മുറിവായിപ്പോയി. ആണോ? ആകെ മുറിവായി, ആകെ പേടിച്ചു പോയി. പക്ഷെ മുളങ്കൂട്ടത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ ആന കുറേ ബാക്കിലെത്തി. ആന എന്നെ ഏകദേശം അടുത്തെത്തി തിരിഞ്ഞുപോയി. പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ നിന്ന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. നമ്മൾക്ക് അറിവ് അങ്ങനെയായിരുന്നു. ഈ മുളൻ്റെ ഉള്ളിലാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ആക്രമിക്കൂല എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ ഓടിയത്. അങ്ങനെ. അപ്പോൾ ഒരുപാട് ഇതിപ്പോൾ സാറ് ഇതിൽ രക്ഷപ്പെട്ടു. അങ്ങനെ ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ പലരും അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഒരു സുധീർ എന്ന ആൾ 2010 ഇപ്പോൾ പിന്നെ പോത്തുകല ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ആന ചവിട്ടിക്കൊന്നു നമ്മളെ സ്റ്റാഫിനെ. ശരി. 2010. അപ്പോൾ അവിടെ ഒന്നും നമുക്കൊന്ന് വേറെ അടുത്തുള്ള ഒരാൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ആന ഒരാൾ ആക്രമിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് പെട്ടെന്ന് ആ സമയത്ത് ചെല്ലാനും പേടിയായിരിക്കും. എന്ന് വെച്ചാൽ ഈ ആന ഏത് രീതിയിലാണ് ഇങ്ങോട്ടും പ്രതികരിക്കുമെന്നില്ല. പക്ഷെ നമ്മൾ ബഹളം വെക്കാനും പടക്കം പൊട്ടിക്കാനും ഇതൊക്കെ നമുക്ക് പറ്റുള്ളൂ. ആ സമയത്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവിടെ നോക്കാൻ പറ്റുള്ളൂ. ആനയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ്? ആന എപ്പോഴും ഒരു ആക്രമകാരിയായിട്ടാണോ അതോ ചില പ്രത്യേക സമയങ്ങളിലാണ് ആക്രമിക്കുക? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ആന നേരിട്ട് വന്നിട്ട് ആക്രമിക്കാറില്ല. അല്ല, അത് യാദൃശ്ചികമായിട്ട് എന്ന് വെച്ചാൽ ആനെ നമുക്ക് വേണ്ടാത്ത രീതിയിൽ അവനെ ഭയപ്പെടുത്തുക, കല്ലെടുത്തെറിയുക, ആൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുക, ഇതൊന്നും ആനെ സംബന്ധിച്ച് ഒരു മൃഗത്തിനെ സംബന്ധിച്ച് ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ അവരെ എന്തെങ്കിലും ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ തിരിച്ചാക്രമിക്കുള്ളൂ. ഇപ്പോൾ ഞാനൊക്കെ പോയി അകമ്പാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വന്നിട്ട് 4 വർഷത്തോളം ഞാൻ ആനയുടെ ബാക്കിൽ തന്നെ എന്ന് പറയാം. മനസ്സിലായി, ആന അല്ലാത്തൊരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ സ്റ്റാഫിന് എല്ലാവർക്കും എല്ലാ ദിവസവും നമ്മൾ ആന കാണാറുണ്ട്. നമ്മൾ പിന്നെ ഈ പല കൃഷിയിടങ്ങളിലും ആന ഇറങ്ങാറുണ്ട്. അവരെ തുരത്താനും ഇതിനൊക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷേ ഒരു ആന ഇതുവരെ ഞങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞു വന്നിട്ടില്ല. പക്ഷെ ആനൻ്റെ ആ വഴിക്ക് അങ്ങനെ പോകും. പക്ഷെ ആനൻ്റെ അടുത്തേക്ക് സാഹസികം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ആനൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആനക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ തിരിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനും കഴിയില്ല. ശരി. പക്ഷേ ആന ഓടുന്ന സ്പീഡിൽ നമുക്ക് ഓടാൻ കഴിയില്ല. ഒന്ന് നമ്മൾ ഭയത്തോടു കൂടി എന്ന് വെച്ചാൽ ആനൻ്റെ സ്പീഡും, ആന ഒരടി വെക്കുന്നത് നമ്മൾ 4 അടി വെക്കണം. അത്രയും വലിയ മൃഗം. അതെ. പിന്നെ ആന ഇങ്ങനെ ഫോറസ്റ്റ് ഓഫീസർമാരായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ആളെന്ന നിലയ്ക്ക് ആ പരിചിതമായി അങ്ങനെ ഇണങ്ങുന്ന ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ആനക്ക് ഇത് ഫോറസ്റ്റുകാരാണെന്നും സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ അത് ആന അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നപ്പോൾ നമ്മൾ ഫീൽഡിൽ കൂടെ പോകുന്ന സമയത്ത് യാദൃശ്ചികമായിട്ടേ ആന കാണുള്ളൂ. എപ്പോഴും നമ്മൾ ആന കാണുന്നില്ല. എന്ന് വെച്ചാൽ ആന ഈ പിന്നെ പകൽ സമയങ്ങളിൽ പിന്നെ അതിപ്പോൾ നമ്മൾ നടക്കുന്ന പോലെ എല്ലാ സ്ഥലങ്ങളും കൂടി നടക്കുന്നില്ല. പകൽ സമയങ്ങളിൽ അവന് ഈ ചോല പോലുള്ള പിന്നെ അതേപോലെ പുഴയോട് ചേർന്നുള്ള അങ്ങനെ തണുപ്പുള്ള ഏരിയയിൽ മാത്രമേ ആന നിൽക്കുള്ളൂ. പക്ഷേ ഈ വെയിലുള്ള സമയത്ത് വെയിലുള്ള സ്ഥലത്ത് കൂടെ ഒന്നും ആന നടക്കൂല. അപ്പോൾ ആ ഏരിയയിൽ കൂടെ ഒന്നും സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആന കാണുള്ളൂ. അതുണ്ടെങ്കിൽ നമ്മൾ ആൻ്റെ അടുത്തേക്ക് അങ്ങനെ ചെല്ലുന്നില്ല. അല്ല, പിന്നെ ചിലപ്പോൾ നമ്മൾ നിങ്ങളെ പിന്നെ ഈ താമസ സ്ഥലങ്ങളിൽ ബാക്കിയുള്ളിടത്തൊക്കെ ഇപ്പോൾ
ഈ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വെള്ളം തേടിയിട്ടോ ചക്കയൊക്കെ പിന്നെ ഉള്ള സമയത്താണെങ്കിൽ ചക്ക അങ്ങനെയൊക്കെ ഇറങ്ങി സ്ഥിരമായി വന്ന് പരിചയമുള്ള നമ്മളൊന്നും കാണാതെ അതേപോലെ തിരിച്ചു പോകുന്ന അങ്ങനത്തെ ഒക്കെ ചിലവരൊക്കെ അങ്ങനെ പറയലുണ്ട് അതെന്ന് ചോദിച്ചു. അല്ല അങ്ങനെയല്ല, അത് അപ്പോൾ അതിൽ ഞങ്ങളിലേറെ കൂടുതൽ നാട്ടുകാർക്ക് കേൾക്കാറും നാട്ടുകാരെ ഈ കറി ആനകാട കൂടുതൽ ചക്കയും പിന്നെ കൃഷിയൊക്കെ ഉള്ളത് പ്രൈവറ്റ് ഏരിയയിലാണ്. പക്ഷേ ഈ സീസണിൽ ഒന്നാമത് ഈ ചക്ക മാങ്ങൻ്റെ സീസണിലാണ് കൂടുതൽ ആന നാട്ടിലേക്ക് ഇറങ്ങുന്നത്. നാട്ടിലേക്ക് അവർക്ക് ഈ ചക്ക മാങ്ങ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. പക്ഷേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പം എന്ത് ചെയ്യും, ചക്കകളൊക്കെ അടുത്തുള്ള മരങ്ങളിലൊക്കെ ചക്കകൾ ഒഴിവാക്കുകയാണ് ഇത് പേടിച്ചിട്ട്. ഇപ്പോൾ നേരത്തെ ഇതിന് കാടറിയുക എന്നുള്ളത് പലപ്പോഴും വനവകുപ്പിൻ്റെ കീഴിൽ കുട്ടികൾക്കുള്ള പദ്ധതികളുണ്ടാണ് കാടറിയുക. അപ്പം കാടറിയണം, നാടറിയുന്ന ഒരാൾക്ക് കാടറിയണം. കാടേത് നാടേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വിദ്യാർത്ഥി അല്ലാത്ത ഒരാൾ, ഇപ്പോൾ സപ്പോസ് ഒരു ശ്രോതാവ് കാടിനെ കുറിച്ചൊന്ന് അറിയണം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഇപ്പം നിലമ്പൂർ കാട്, നെടുങ്കായം ഫോറസ്റ്റ് സ്റ്റേഷൻ, അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ, എനിക്ക് ആ കാടിനെ കുറിച്ച് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് എനിക്ക് അറിയാൻ അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ? എങ്ങനെ വെച്ചാൽ നമ്മൾ കാടിനെ കുറിച്ച് അറിയാന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് അറിയാൻ പറ്റില്ല. പക്ഷേ കാടിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അത് നമ്മളെ ഉദ്യോഗസ്ഥന്മാരെടുക്കുന്നോ അല്ലെങ്കിൽ മറ്റുള്ളാരെന്തെങ്കിലും എന്തെങ്കിലും അറിവുകൾ കിട്ടിയെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനേ പറ്റുള്ളൂ. കണ്ടുപോയി അറിയാനുള്ള അങ്ങനത്തെ അറിവ് പിന്നെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു സ്കൂളിന്റെ കീഴിൽ അങ്ങനെ പറ്റും. ആ രീതിയിലൊക്കെ ഒരു പെർമിഷനൊക്കെ കൂടിയിട്ടാണെങ്കിൽ നമ്മൾക്ക് അതും തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകില്ല. അത്യാവശ്യം ചെറിയ സ്കൂളത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ കാട് അറിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടല്ലോ, അത് പ്രകാരം നമ്മൾ ചെറിയ ഏരിയ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത്രേ ചെയ്യുള്ളൂ. പിന്നെ കാട്ടിനകത്ത് നല്ല മഴക്കാലമാവുന്ന സമയത്ത് നിങ്ങൾ താമസിച്ചിട്ടുണ്ടാവുമല്ലോ ഉള്ളിൽ. ആ സമയത്ത് വേനൽക്കാലത്തും ഉള്ളൊരു വ്യത്യാസം എങ്ങനെയാണ്? മഴക്കാലത്ത് കൂടുതൽ ഈ ആനയല്ലാത്ത മറ്റ് ജീവികളെ സീസണിൽ അങ്ങനെ വേറെ എന്തെങ്കിലും എന്താ നമ്മൾ ഈ കാടുകളിലുള്ളത്? വന്യജീവി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? വന്യജീവികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കടുവ, പുലി. പക്ഷേ നമ്മൾ കടുവ നേരിട്ട് കണ്ടില്ല, പക്ഷേ ഉള്ള മൃഗങ്ങളാണ്. കടുവയുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, പിന്നെ അതേ പാമ്പ്, പിന്നെ പന്നി, അങ്ങനെ പന്നി, പിന്നെ പുള്ളിമാൻ, കിഴമാൻ, അങ്ങനത്തെ സാധനങ്ങൾ. നമ്മൾ പേടിക്കുന്ന സാധനങ്ങൾ, പേടിപ്പിക്കുന്ന സാധനങ്ങൾ ഈ പാമ്പും ഇഴജീവികളും പിന്നെ ഈ കടുവ, പുലി എന്നുള്ള സാധനങ്ങളാണ്. പക്ഷേ അത് ഇപ്പോൾ രാത്രി കാലങ്ങളിലും പകലും പിന്നെ വേനൽക്കാലത്തും മഴയത്തും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്തേക്ക് നമുക്ക് രാത്രിയൊക്കെ പിന്നെ അവിടെ ഫീൽഡിലെ കാട്ടിലൊക്കെ പോയിട്ടൊക്കെ നിൽക്കുന്ന നമ്മൾ കൂടുതൽ നമ്മൾ പാറപ്പുറത്തും പാറിൻ്റെ അളയിലൊക്കെ നമ്മൾ താമസിക്കുക. ശരി. ഇപ്പോൾ നമ്മൾ പിന്നെ മഴക്കാലമൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ടെൻറ്റൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ കിടക്കണം. അല്ലെങ്കിൽ നമ്മൾ പുല്ലിലോ മറ്റിലോ ഒന്നും നമുക്ക് കിടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, അതും നമ്മൾ ഉപയോഗിക്കും. സ്ലീപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ കിടക്കാറുള്ളത്. പക്ഷേ അത് പിന്നെ വേനൽക്കാലത്ത് അത് പകലും രാത്രിയൊക്കെ ഒരുപോലെ നല്ല സുഖങ്ങളായിരിക്കും. പക്ഷേ മഴയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരവസ്ഥയായിരിക്കും നല്ല മഴക്കാലത്തൊക്കെ കാടിനുള്ളിൽ താമസിക്കും. ഏതായിരുന്നാലും കാടനുഭവങ്ങളെ കുറേ നമുക്ക് പകർത്തി തരികയും ഒരു കാഴ്ചയിൽ എന്ന പോലെ സംസാരത്തിലൂടെ കാടിനെക്കുറിച്ച് മുസൽ സാർ ഇതുവരെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ജനക്ഷേമം പ്രോഗ്രാമിൽ ഇത്രവരെയും നമ്മോട് സംവദിച്ച സാറിന് പ്രത്യേകമായ റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു. സാർ, നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത ഇതിൻ്റെ അനുബന്ധമായിട്ട് ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. പീസ് റേഡിയോയുടെ പ്രത്യേകമായ നന്ദി സാറിന് അറിയിക്കുന്നു. ശ്രോതാക്കൾക്കും ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാല്ലാ ജനക്ഷേമം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.